ഇന്ത്യക്കെതിരെ ഭീകരരെ വളർത്തിയതിന്റെ ഫലം എന്തെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞു. പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നവർക്ക് ഒരു സന്ദേശം കൂടിയായിരുന്നു അത്. പാകിസ്ഥാനും തുർക്കിയുമായി ഭായിമാരാണ് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഇന്ത്യ പാക് സംഘർഷം ഇക്കാര്യം വീണ്ടും ഉറപ്പിക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച ദിവസങ്ങളിൽ തുർക്കി പാകിസ്ഥാനെ പല വിധത്തിലും സഹായിച്ചതിന്റെ തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. പാക് ഭീകരർ കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ 2 തുർക്കി സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി. പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കും അസർബൈജാനും തിരിച്ചടി ഉടനെ തന്നെ കിട്ടുന്നുമുണ്ട്. ഔദ്യോഗികമായല്ല, തികച്ചും ജനകീയമെന്ന് പറയണം. പഴങ്ങൾ മുതൽ ടൂറിസം വരെയുള്ള മേഖലകളിൽ വ്യാപാരികളും ട്രാവൽ ഏജൻസികളും ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. ഡൽഹിയിലെയും പൂനെയിലെയും വ്യാപാരികൾ തുർക്കി ആപ്പിൾ ഇനി വേണ്ടെന്ന നിലപാടിലേക്ക് എത്തി. 1200 മുതൽ 1400 കോടി രൂപയ്ക്ക് വരെയുള്ള തുർക്കി ആപ്പിളുകളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത്. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള വിനോദയാത്രകൾ ഇന്ത്യക്കാർ വൻതോതിൽ റദ്ദാക്കി വരികയാണ്. റദ്ദാക്കുന്നവരുടെ എണ്ണത്തിൽ 250% വർധന. തുർക്കിയുടെയും അസർബൈജാന്റെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് 4000 കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ സംഭാവന. ഇന്ത്യക്കെതിരെ ആക്രമണം വേണ്ടി വന്നാൽ സഹായിക്കാനായി ഓപ്പറേഷൻ സിന്ദൂറിനു മുൻപ് തന്നെ തുർക്കി വ്യോമസേനയുടെ C-130 വിമാനവും തുർക്കിയുടെ യുദ്ധക്കപ്പലും പാകിസ്ഥാനിൽ എത്തിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന് തുർക്കി വിദഗ്ധ പരിശീലനവും നൽകി. ഡ്രോണുകളുടെ ആക്രമണ കൃത്യത ഉറപ്പാക്കാൻ വിദഗ്ധരായ ഓപ്പറേറ്റർമാരെയും തുർക്കി പാകിസ്ഥാനിലേക്ക് എത്തിച്ചു. ഇന്ത്യയെ ആക്രമിക്കാനായി തുർക്കിയുടെ 350-ലധികം ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചതായിട്ടാണ് ഇന്ത്യൻ സൈന്യം ചൂണ്ടിക്കാട്ടുന്നത്. ആളില്ലാ യുദ്ധവിമാനമായ ബൈരക്തർ TB2, YIHA ഡ്രോണുകൾ എന്നിവയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കാർക്കെതിരെ ഉപയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് അന്വേഷണം തുർക്കി അസീസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളിലേക്കാണ് ചെന്ന് നിർത്തുന്നത്. തുർക്കിയും പാകിസ്ഥാനുമിടയിൽ ഗാഢബന്ധം ഉടലെടുത്തതിന് ചരിത്രവും പ്രത്യയശാസ്ത്രപരവുമായ കാരണങ്ങളാണ് ഉള്ളത്. ഇരു രാജ്യങ്ങളിലും പങ്കിടുന്നത് ഇസ്ലാമിക സത്വമായ ബന്ധമാണ്. അത് ചരിത്രപരമായ അടിത്തറ എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. 1964-ലും 1971-ലും ഉണ്ടായ സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ തുർക്കിയെ പിന്തുണച്ചിരുന്നു. പിന്നീട് റജബ് ത്വയ്ബ എർദോഗന്റെ ഉയർച്ചയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇസ്ലാമിസവും 2000-ന് ശേഷം പാകിസ്ഥാനുമായുള്ള പ്രത്യയശാസ്ത്രപരമായ ഉടലെടുപ്പം വർദ്ധിച്ചു. 2003 മുതൽ എർദോഗൻ കുറഞ്ഞതു 10 തവണയെങ്കിലും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഗൾഫ് ശക്തികൾക്കെതിരായ തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഖത്തറുമായി ചേർന്നാണ് തുർക്കിയുടെ കരുനീക്കങ്ങൾ. സൗദി അറേബ്യയും UAE-യുമാണ് മറുവശത്ത്. ഇക്കാര്യത്തിൽ തുർക്കിയെ ശക്തമായി പിന്താങ്ങുന്ന ഗൾഫ് ഇതര രാജ്യങ്ങളാണ് പാകിസ്ഥാനും മലേഷ്യയും. കാശ്മീർ സംബന്ധിച്ച പാകിസ്ഥാൻ നിലപാടിനെ തുർക്കി എക്കാലവും പിന്തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലും എർദോഗാൻ കാശ്മീർ സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ഇന്ത്യ നയതന്ത്രപരമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പ്രധാന രാജ്യാന്തര കൂട്ടുകെട്ടായ പാകിസ്ഥാൻ അംഗീകരിക്കുന്നത് തുർക്കിയെയും അസർബൈജാനെയുമാണ്. 2020 മുതൽ ചൈന കഴിഞ്ഞാൽ തുർക്കിയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാർ. പാകിസ്ഥാന്റെ നാവികശേഷി നവീകരിക്കുന്നതിലും തുർക്കി നിർണായക പങ്കുവഹിച്ചു വരുന്നു. ഇന്ത്യ തുർക്കി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ കാരണം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള പിന്തുണ തന്നെയാണ്. 2013-ൽ അന്നത്തെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ഈ വിഷയത്തിൽ തുർക്കിയെ നിശിതമായി വിമർശിച്ചിരുന്നു. ഇന്ത്യയുടെ ചിലവിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ നോക്കണ്ട എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 2023-ൽ വലിയൊരു ഭൂകമ്പത്തിൽ തുർക്കിക്ക് വൻ നാശം നേരിട്ടപ്പോൾ മനുഷ്യത്വപരമായി സഹായിച്ച ഇന്ത്യയെ കബളിപ്പിക്കുകയാണ് തുർക്കി. കേരളവും തുർക്കിയെ സഹായിച്ചു. എന്നാൽ ഇതൊന്നും ഇന്ത്യക്കെതിരായ നിലപാടിന് മാറ്റം വരുത്താൻ അവരെ പ്രേരിപ്പിച്ചില്ല. പാകിസ്ഥാൻ സൗഹൃദം വളരുന്നത് കണ്ട് ഇന്ത്യ വെറുതെ ഇരുന്നില്ല. കിഴക്കൻ യൂറോപ്യൻ സൈപ്രസിൻ ഗ്രീസും പിന്തുണ നൽകി. പകരം കാശ്മീർ വിഷയത്തിൽ ഗ്രീസ് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു. അർമേനിയയുമായുള്ള സൈനിക സഖ്യം വഴി പാകിസ്ഥാനും തുർക്കിയും പിന്തുണയ്ക്കുന്ന അസർബൈജാനുമാണ് ഇന്ത്യ മുഖ്യമായും ലക്ഷ്യമിടുന്നത്. ആഗോളതലത്തിലും തന്ത്രപരമായ സഹകരണത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ
ഘടകങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഉരുത്തിരിയുന്നുണ്ട്. US വിദേശ നയത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2023 നിലവിൽ വന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇടനാഴി ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലം എന്ന നിലയിൽ അങ്കാറയുടെ ചരിത്രപരമായ പങ്ക് ദുർബലപ്പെടുത്തുന്നതാണ്. ഇത് തിരിച്ചറിഞ്ഞ തുർക്കി ഈ സാമ്പത്തിക ഇടനാഴിയെ എതിർക്കുന്നു. ഇന്ത്യക്കെതിരെ ഭീകരരെ വളർത്തിയാൽ ഉണ്ടാകുന്ന ഫലം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ അറിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നവർക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാണ് വ്യാപാര കരാറുകളിൽ നിന്നും വിദേശ സഞ്ചാരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലൂടെ ഇന്ത്യ ഇപ്പോൾ നൽകി വരുന്നത്. ജനതയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമ്പോൾ സർക്കാർ എടുക്കുന്ന ഏതു നടപടിയും ഇരട്ട ശക്തിയോടെ ലക്ഷ്യത്തിലെത്തുന്ന ഒന്നാണ്. ഇത് ഈ ലോക ചരിത്രത്തിൽ എഴുതി ചേർക്കുകയും ചെയ്യും. ഇന്ത്യയുടെ വിജയമാണ് ഇതിലൂടെ എഴുതി ചേർക്കുന്നത്.